കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the precious name of our Lord and Savior Jesus Christ be glorified this evening. ഒരു ദിവസം കൂടെ കോട്ടേജ് മീറ്റിംഗ് ആയി നമുക്ക് ഒന്നിച്ചു കൂടി കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യും. I thank and praise the Lord for another opportunity for us to praise Him this evening in the cottage meeting. അടുത്ത 35 മിനിറ്റുകൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ ശ്രദ്ധിക്കുവാനും ചിന്തിപ്പാനുമായിട്ട് പോവുകയാണ്. We are going to meditate on the Word of God for the next 35 minutes. എല്ലാവരും ഇന്ന് രാത്രിയിൽ ഞാൻ പങ്കുവെക്കുന്ന വചനം ശ്രദ്ധിക്കുകയും ആ വചനത്തിന് ഭാഗം സമർപ്പിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. I request you all to submit to the Word of God that we are going to meditate this evening. നമ്മൾ സ്ഥിരമായി വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ ഞാൻ ദൈവം സംസാരിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷത്തിൽ നിന്നാണല്ലോ സംസാരിക്കുന്നത്. So we've been meditating on the book of John in the evening cottage meetings. അവസാനമായി നമ്മൾ ചിന്തിച്ചത് 18-ാം അധ്യായത്തിൽ നിന്നാണ്. The last time we looked to John chapter 18. അതിലേക്ക് കയറുന്നതിന് മുമ്പേ നമുക്കൊരു അതിഥി ഇന്ന് ഇവിടെ ഉണ്ട്. ആ കുഞ്ഞിനെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുവാനായി ആഗ്രഹിക്കുന്നു. So before that we have a recognition for a kid here. അതിഥിയല്ല, നമ്മുടെ കുഞ്ഞാണ് എസിമോള് എസ്തേർ. 2 ദിവസമായിട്ട് കമാൺ 2 ദിവസമായിട്ട് മുമ്പ് ഇവിടെ വന്നു എന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. പക്ഷേ അവളുടെ 2 നല്ല കൂട്ടുകാരികളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ആരോടും പറയാതെ ഇവിടെ വന്ന് സർപ്രൈസ് ചെയ്തു. ഒരു കരമടിച്ച് ഒന്ന് വെൽക്കം ചെയ്ത് ഹല്ലേലൂയ. നമ്മുടെ മാർട്ടിൻ ബ്രദറിൻ്റെയും നമ്മുടെ ബോബിയുടെയും മോള് എസ്തേർ ഹൂസ്റ്റണിൽ നിന്ന് വന്നു. കുഞ്ഞിനെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദിവസങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ കുഞ്ഞിനെ കർത്താവ് സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. So we've been focusing on the book of John chapter 18. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ സവിസ്തരം യോഹന്നാൻ 18-19 അധ്യായങ്ങളിൽ വർണ്ണിക്കുകയാണ്. So we look at the trials faced by the Lord Jesus in the book of John 18 and 19. ഗെദസമന തുടങ്ങി ഗബദയിൽ നിന്ന് ഗോൽഗോഥ വരെയാണ് നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങൾ വിസ്തരിക്കുന്നത്. So the trials of Jesus begin in the garden of Gethsemane and end in Golgotha. ഗെദസമനയുടെ അനുഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിപ്പാനിടയായി. So we focused on God's trials in Gethsemane. അത് കഴിഞ്ഞ് കർത്താവിനെ കുറ്റാരോപിതനായി കർത്താവിനെ കൊണ്ടുവന്ന് കോടതികളിൽ ചോദിച്ചല്ല ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പാനായി ഇടയായി തീർന്നു. And later we also focused on the questions that were asked to Jesus as he was tried in court. മതക്കോടതികൾ ചോദിച്ച ചില ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ ചിന്തിച്ചു. We focused on the questions the high priest asked Jesus and his response to those. പീലാത്തോസ് ചോദിച്ച 2 ചോദ്യങ്ങൾ, അത് രണ്ടും നമ്മൾ ചിന്തിക്കുകയും അതിൻ്റെ നമ്മൾ അതിൽ നിന്ന് ചിന്തകൾ ചിന്തിപ്പാനിടയായി തീർന്നു. We also meditated on Pilate's questions, 2 questions to Jesus and his responses and its meanings. എന്നിട്ട് അവസാന 2 വാക്യങ്ങൾ 39-40 വാക്യങ്ങളാണ് ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായി ചില മിനിറ്റുകൾ ചിന്തയ്ക്കായി എടുക്കുന്നത്. So today we are going to focus this evening on verses 39 and 40 of the chapter 18. കർത്താവിനെ മാറി വിസ്തരിച്ച് അവസാനം പീലാത്തോസിന് മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ, after Jesus was tried multiple times and brought before Pilate, പീലാത്തോസ് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടില്ല. So John has not written about all of the questions that Pilate has asked Jesus. പക്ഷേ പീലാത്തോസ് ചോദിച്ച പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്തി. But the main 2 questions which Pilate asked Jesus, here it's written in the book of John. എന്നിട്ട് അവസാനം കൺക്ലൂഷൻ പോലെ താൻ ഒരു പദം പറഞ്ഞു. And finally he writes a conclusion. അത് 38 അവസാന പദമാണ്. And that is the last portion of verse 38. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. For I find no fault in him at all. എന്നെ ശ്രദ്ധിക്കണമേ, എന്നെ കണ്ണു തുറന്ന് ശ്രദ്ധിക്കണമേ. കർത്താവിനെ പലരും വിസ്തരിച്ചു, മാറി വിസ്തരിച്ചു. പീലാത്തോസ് വീണ്ടും ഹെരോദാവിന് കൊടുത്തു, തിരിച്ച് ഹെരോദാവിന് പിടിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ മാറി വിസ്തരിച്ചിട്ടും പുള്ളിക്ക് ഒരു കുറ്റവും കർത്താവിൻ്റെ മേൽ കാണുവാൻ കഴിഞ്ഞില്ല. So Jesus was tried multiple times, both with Herod and King Pilate, but even after all these trials, Pilate says, I have found no fault in him at all. കുറ്റം കാണാതെ വന്നപ്പോൾ പീലാത്തോസിന്റെ അന്തരങ്ങളിൽ ഒരു ആഗ്രഹം ഈ മനുഷ്യനെ വിട്ടയക്കണം. So inside his heart, Pilate had a desire that we have to set this man free. അതിന് എല്ലാ പെരുന്നാൾ സമയത്തും കുലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ക്യാപിറ്റൽ പണിഷ്മെന്റ് വെയിറ്റ് ചെയ്യുന്ന ഒരാളെ ഫ്രീ ആയി വിട്ടയക്കുന്ന പ്രമാണമുള്ളത് കൊണ്ട് അതിൽ യേശുവിനെ വിട്ടയക്കുവാൻ തീരുമാനമെടുക്കുകയായിരുന്നു. So it was customary in those days that they have to release a capital prisoner in the day of Passover to the public. അങ്ങനെ ആ ഒരു ചാൻസ് നോക്കിയിട്ട് പീലാത്തോസ് 2
വ്യക്തികളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. So Pilate looked for such an opportunity or a chance, and he brought two people before ഉറക്കെ the വായിക്കുമോ? people. 39-40 വാക്യങ്ങൾ ഉറക്കെ വായിക്കുമോ? ആ ആ മതി. രണ്ട് വ്യക്തിത്വങ്ങളെ, ഒന്ന് ജീസസ് ബറാബാസ് ഓർ ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ബറാബാസ് എന്ന് പറയാൻ കാരണം വിക്കിപീഡിയയിൽ അല്ലെങ്കിൽ തിയോളജിയൻസ് പറയുന്നത് ബറാബാസിൻ്റെ ഒഫീഷ്യൽ നെയിം ഈസ് ജീസസ് ബറാബാസ്. അപ്പോൾ രണ്ട് വ്യക്തികളെ കൊണ്ട് നിർത്തി, രണ്ട് വ്യക്തികളെ കൊണ്ട് നിർത്തിയിട്ട് ചോദിക്കുന്നു, ഹൂം ഡു യു ചൂസ്? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? So Pilate brought two people before the people there, and he says, whom do you choose? This is Jesus Barabbas or Jesus the King of the Jews. ഇന്നത്തെ എൻ്റെ സന്ദേശത്തിൻ്റെ തലവാചകം അത് തന്നെ കൊടുക്കാം. Whom do you choose? നിങ്ങൾ ആരെ തിരഞ്ഞെടുക്കും? So for tonight's message we can give the same title, whom do you choose? എന്നെ ഇനി ശ്രദ്ധിക്കണമേ, നിങ്ങൾ ശ്രദ്ധിക്കണം. എവറി ഡേ, എവറി മൊമെൻറ്റ്, എവറി സർക്കംസ്റ്റാൻസസ്, എല്ലാ സാധ്യതകളിലും എല്ലാ സമയങ്ങളിലും ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട്. So we have to understand that in every circumstance and situations that this decision is in front of us. 4 സുവിശേഷങ്ങളിലും, വിശേഷാൽ യോഹന്നാൻ സുവിശേഷം മാത്രമല്ല, 4 മാക്കി സിനോപ്റ്റിക് ഗോസ്പൽസ് ആകുന്ന 3 സുവിശേഷങ്ങളിലും ഈ ബറാബാസിന് യേശുവിൻ്റെയും സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. So in all of the 4 gospels this situation of choosing between Jesus and Barabbas has been said. Matthew chapter 27 verse 17 ഒന്ന് വായിക്കുമോ? If you read Matthew chapter 27 and verse 17. ആ So when the crowd gathered, Pilate asked them, which one do you want me to set free? Jesus Barabbas or Jesus who is called the Messiah? 17 ഇങ്ങനെ പറയുന്നു, അവർ കൂടി വന്നപ്പോൾ പിലാത്തോസ് അവരോട് ഉറക്കെ ചോദിച്ചു. 20-ാമത്തെ വാക്യത്തിൽ ആവർത്തിച്ച് ചോദിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ബറാബാസിനെ വേണമോ ക്രിസ്തു എന്ന് പറയുന്ന യേശുവിനെ നിങ്ങൾക്ക് ആരെ വേണമെന്ന് ചോദിച്ചു. Therefore when they had gathered together, Pilate said to them, whom do you want me to release to you, Barabbas or Jesus who is called Christ? അവരുടെ മുൻപിൽ 2 പേരുണ്ട്. In front of the people there was Barabbas and 2 Jesus. ഓപ്ഷൻസ് ഉണ്ട്. And there were 2 options 2 ചോയ്സസ് ഉണ്ട്. and 2 choices. ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. They could choose either of the 2. ഏത് തിരഞ്ഞെടുത്താലും അതിന്റെ പിന്നിൽ ഒരു ഡെസ്റ്റിനി ഉണ്ട്, അത് അവർ പ്രാപിച്ചെടുക്കും. And either in each of these choices they have a destiny, and they will be witnesses to that destiny. ജീസസ് ബറാബാസിനെ നിങ്ങൾ നോക്കിക്കേ. ജീസസ് ബറാബാസിനെ നിങ്ങൾ നോക്കിക്കേ. So if you focus on Jesus Barabbas, 4 സുവിശേഷങ്ങളിലും എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഇവിടെ ബാവുച്ചൻ വായിച്ചത് അവൻ കുലപാതകൻ എന്നൊരു പദമാണ് അല്ലേ? കുലപാതകനായിരുന്നു എന്ന പദം കേൾവിക്കുന്നുണ്ട്. so in the Gospels it's written that he was a murderer. ബാക്കി സുവിശേഷങ്ങൾ നോക്കുമ്പോൾ കലഹമുണ്ടാക്കിയവൻ നോക്കുന്നുണ്ട്. And another gospel says that he was a man who caused a lot of problems. നിയമം പാലിക്കാത്ത വ്യക്തി എന്ന് മറ്റൊരു വേഷം കൊടുത്തിട്ടുണ്ട്. He was a person who did not fulfill the law. ഗവൺമെന്റിനും മനുഷ്യർക്കും നാട്ടുകാർക്കും തലവേദന പിടിച്ച ഒരു വ്യക്തിത്വം. And he was a person who used to cause a lot of trouble to the people and the government. അപ്പം കുലപാതകനാണ്, നൊട്ടോറിയസ് ക്രിമിനലാണ്. ഈ മനുഷ്യൻ ലോകത്തിന്റെ സകലവും തന്റെ ശരീരത്തിൽ മനസ്സിലുമുണ്ട്. And he is against the people and the government, as well as he is a notorious criminal. ഇനി ഈശോയെ നോക്കിക്കേ. And if you look at Jesus, കർത്താവ് നോക്കി നമുക്ക് പാപികളെ മനം തിരിച്ച വ്യക്തി. and he was a person who looked after the sinners, കുരുടന് കാഴ്ച കൊടുത്ത വ്യക്തി. and he gave sight to the blind, മുടന്തനെ വിടുവിച്ച വ്യക്തി. and he is the person who healed the lame, കുഷ്ഠരോഗികളെ സൗഖ്യമാക്കിയ വ്യക്തി. and who healed the lepers, സമാധാന സുവിശേഷം പ്രസംഗിച്ചിരുന്ന വ്യക്തി. and who preached the gospel of peace. ഈ 2 വ്യക്തിത്വങ്ങളെ മുമ്പിൽ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, ആരെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്? And these 2 examples were given to the people, and they were asked, whom do you want to ഇന്ന് choose? രാത്രി രക്ഷിക്കപ്പെട്ടവരായിരിക്കും ഇതിനകത്ത് കൂടിയിരിക്കുന്നത്. Many people are here who are saved, എനിക്കത് നല്ലതുപോലെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ മുമ്പിൽ ഇടുന്നത്. and I know that very well, and I'm asking that question to you. ലോകം നിങ്ങൾക്ക് വേണമോ, യേശു ക്രിസ്തുവിനെ നിങ്ങൾക്ക് വേണമോ? So the choices are, do you want to choose the world or do you want to choose Jesus? ബറാബാസിനെ ഫോളോ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയാൽ നിങ്ങളെ സ്വീകരിക്കാൻ ഒത്തിരി മനുഷ്യരുണ്ട്. If you follow the way of Barabbas, there are a lot of people who will come behind you. യഹൂദന്മാർ മുഴുവൻ നിങ്ങളെ കരം തന്ന് സ്വീകരിക്കും. And the Jews will clap their hands and welcome you. അവിടെ 2 ഗ്രൂപ്പായി നിൽക്കുമ്പോൾ
പരീശന്മാരും ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഈ മനുഷ്യരെ പ്രേരിപ്പിച്ച് ബറാബാസിനെ വേണ്ടിയിട്ട് കൂക്ക് വിളിക്കുവാൻ കീ വിളിക്കാൻ നിൽക്കുമ്പോൾ അവിടെ വെച്ച് യേശുവിനെ ഫോളോ ചെയ്യാൻ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ ഒറ്റപ്പെടും. എന്നാൽ ഇപ്പോൾ ഈ ബറാബാസിനെ സ്വീകരിച്ചു പോയാൽ കരം തന്ന് നിന്നെ സ്വീകരിക്കാൻ, ഉറങ്ങല്ലേ, കരം തന്ന് സ്വീകരിക്കാൻ നിനക്കൊരു സമൂഹം പുറത്തു നിൽപ്പുണ്ട്. So the Pharisees, Sadducees, and the Jews were waiting in that place to receive Barabbas, the sinners of the world. But if you do follow the path of Jesus, if you do choose Jesus, you would be singled out. ലോകവും പാപവും പൈശാചികയും ദുഷ്ടതയും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ബറാബാസ് എന്നിട്ട് പറയുകയാണ്, എന്നെ നിങ്ങൾ റിസീവ് ചെയ്യൂ, നിങ്ങളുടെ കൂടെ ഒരു സമൂഹമുണ്ടാവും. So Barabbas says to the people who are welcoming to this world, welcoming to sin and welcoming to all the sorts of those kind of things, he says to them that release me, I will come with you. നീതി, സത്യം, വിശുദ്ധി, നന്മ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന യേശുവിനെ ചൂസ് ചെയ്തിറങ്ങിയാൽ, കർത്താവിന്റെ പുറകെ ഇറങ്ങിയാൽ നിന്ദകളും പരിഹാസങ്ങളും ബാക്കി. So on the other hand, we have Jesus who follows the path of justice, truth and peace. But if you select Jesus, then you have to face a lot of humiliation. ശ്രദ്ധിക്കൂ, ശാന്തമായി നിങ്ങൾ ശ്രദ്ധിക്കൂ. തെരഞ്ഞെടുപ്പ് നല്ലതാണെങ്കിൽ അന്ത്യം നല്ലതാണ്. So if your decisions are good, then your destination will also be good. ഏത് സാഹചര്യത്തിലും നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് വരും. എല്ലാ ദിവസവും ഓരോ തിരഞ്ഞെടുപ്പ് നമ്മൾ നടത്തുന്നവരാണ്. In many situations, we have to make choices, and we do that on a daily basis. തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഈ സൈക്കോളജിക്കൽ പഠിച്ച ആൾക്കാരൊക്കെ ഇട്ടേക്കുന്ന ഒത്തിരി ഭാഗങ്ങൾ ഞാൻ ഇന്ന് വായിക്കാനിടയായി. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും തിരഞ്ഞെടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ, തിരഞ്ഞെടുക്കുമ്പോൾ So when I read about a lot of opinions of the psychologists, and they always say that when you decide അന്നേരത്തെ ബെനിഫിറ്റിന് വേണ്ടി, for your short-term benefits, ടെമ്പററി ബെനിഫിറ്റിന് വേണ്ടി ഒന്നും തിരഞ്ഞെടുക്കരുത്. you should not choose anything for your temporary benefit. ഇതൊരു ഫാമിലി മീറ്റിങ്ങോ അല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 തിരഞ്ഞെടുപ്പുണ്ട്. ഒന്ന് രക്ഷിക്കപ്പെടുന്ന തിരഞ്ഞെടുപ്പാണ്. 2 major decisions in your life, the first being saved. അത് കാരണം മരണാനന്തര ജീവിതം സ്വർഗത്തിൽ ജീവിക്കണോ നരകത്തിൽ ജീവിക്കണോ തീരുമാനിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന തീരുമാനം. ഒന്നുകൂടെ പറയാം, മരണാനന്തര ജീവിതം സ്വർഗത്തിൽ പോണോ നരകത്തിൽ പോണോ എന്ന് തീരുമാനമെടുക്കുന്നതാണ് രക്ഷിക്കപ്പെടുന്ന തീരുമാനം എന്ന് പറയുന്നത്. So the decision to be saved decides whether you would have a life here after the hereafter, or if you go to hell after you die. എന്നാൽ ജീവിതത്തിൽ വേറൊരു തീരുമാനമുണ്ട്, എന്നറിയാം, വിവാഹം വെച്ചിരിക്കുന്നത്. And there is another decision, major decision, the decision of marriage. മരണത്തിന് മുമ്പ് നരകത്തിൽ ജീവിക്കണോ സ്വർഗത്തിൽ ജീവിക്കണോ എന്ന് തീരുമാനം എടുക്കുന്ന സ്ഥലമാണ് വിവാഹം. കറക്റ്റായിട്ടൊന്നും ചെയ്തേ, സ്വത്രം. Marriage is a decision which you have to take before you die, but that can decide whether you face hell here on earth, or whether you live peacefully on earth. ഫാമിലി ലൈഫ് മീറ്റൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിർത്തിക്കുക. കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഏതു തെരഞ്ഞെടുപ്പും ടെമ്പററി ആയിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. ചിന്തിക്കണം. So all the decisions that you make, you should not make it for temporary benefits, but you have to put much thought into it. ഇപ്പോൾ നിങ്ങളുടെ ഒരു ബിസിനസ്സുകാരനോട് പറയാണ്, ഇപ്പോൾ ഈ സാധനം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് $100 ബെനിഫിറ്റ് അല്ലെങ്കിൽ ലാഭം കിട്ടും. പക്ഷെ നിങ്ങൾ 2 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് $1000 ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ പുള്ളി വാങ്ങിക്കുന്ന എപ്പോഴായിരിക്കും? ദേ ആർ വെയിറ്റിംഗ് 2 months വെയിറ്റ് ചെയ്യും. ഓൺലി 2 months വി ക്യാൻ വെയിറ്റ്. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ മുമ്പിൽ ഏതൊരു തീരുമാനത്തിനും സമയം കിട്ടുമ്പോൾ തിങ്ക് ചെയ്യണം, ടെമ്പററി ആയിട്ടുള്ള ഏതെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയാണോ ഞാൻ ചൂസ് ചെയ്യുന്നത്, അതോ എറ്റേണലായിട്ട് എനിക്കൊരു ബെനിഫിറ്റ് കിട്ടുമോ? So if you ask a businessman to make a decision to gain $1,000 over 2 months or $100 today, they would always choose the first option to make $1,000 over 2 months. Just like that, we also have to make long-term decisions rather than temporary or short-term decisions. തിരിച്ച് ഈ വ്യക്തികളിലേക്ക് വരുന്നതിന് മുമ്പ് രൂത്തിന്റെ തെരഞ്ഞെടുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചേ. രൂത്തിന്റെ തെരഞ്ഞെടുപ്പ് look at the choices which Ruth made. മോനെ ഏബൽ മോനെ, ആരാ ഈ രൂത്ത് എന്ന് പറയുന്നത്? Who is this lady Ruth? Who is Ruth? രൂത്തിനൊരു
അമ്മായിയമ്മ ഉണ്ടായിരുന്നു, അതോ അമ്മയായിരുന്നോ? അമ്മായിയമ്മ. എന്താണ് ആ സഹോദരിയുടെ പേര്? Naomi. നവോമി. നവോമി. ഞങ്ങൾ നവോമി എന്ന് പറയേ, നിങ്ങൾ നവോമി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നവോമി ആ കുഞ്ഞുങ്ങളുടെ മരുമക്കളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ കൊടുത്തു. So Naomi gave her daughters-in-law options. ഓർപ്പ അത് കേട്ടപ്പം അമ്മ പറഞ്ഞു നല്ല കാര്യമല്ലേ, വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. So Orpah, one of the daughter-in-laws, thought that Naomi is saying the good thing, let me go back home. രൂത്തിന്റെ ഡിസിഷൻ എന്തായിരുന്നു? But what was Ruth's decision? എന്താണ് ചൂസ് ചെയ്തെടുത്തത്? But what did Ruth choose? അതുകൊണ്ട് തനിക്ക് ലഭിച്ച നന്മ എന്തായിരുന്നു? And what are the blessings that Ruth got for her decision? ഈ തീരുമാനമെടുത്തോണ്ട് അമ്മായിയമ്മയുടെ കൂടെ പോയപ്പോൾ ഒരു വലിയ ലോങ് ജേർണി ഉണ്ടായിരുന്നു. So when she went with her mother-in-law, there was a long journey. ഓർപ്പ പെട്ടെന്ന് അങ്ങ് വീട്ടിലെത്തി. But Orpah suddenly went back to her home. കെട്ടിപ്പിടിച്ച് കാണും. And her brothers would have embraced her. എന്റെ സിസ്റ്റർ വന്നിരിക്കുന്നു പറഞ്ഞ് നല്ല ഫുഡ് കൊടുത്തു കാണും. They would have given her good food because their sister has പക്ഷേ returned. രൂത്തിന് വലിയൊരു യാത്ര ഉണ്ടായിരുന്നു. But on the other hand, Ruth had a long journey. രൂത്ത് ആ യാത്രയിൽ എൻഡ് ചെന്നപ്പോൾ ഒത്തിരി അപമാനം സഹിക്കേണ്ടി വന്നു. And Ruth had to face a lot of humiliation at the end of the journey. വേറൊരു ജാതിക്കാരി, ഒരിക്കലും പാളയത്തിനകത്ത് വരാൻ പറ്റാത്ത ജാതിക്കാരി ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് വന്നിരിക്കുന്നു. And she had to mingle with a totally different caste or tribe. ഒത്തിരി നെഗറ്റീവ് സാഹചര്യങ്ങൾ അവൾ ഫേസ് ചെയ്യേണ്ടി വന്നു. And she had to face a lot of negative പക്ഷെ situations. നമ്മൾ ഓരോ അധ്യായം പഠിക്കുമ്പോൾ But when you read the സ്റ്റെപ്പ് chapters, ബൈ സ്റ്റെപ്പായി അവക്കൊരു ഉയർച്ച ഉണ്ടായിരുന്നു. step by step, she had elevation in her life. അവസാനം ഒരു നല്ല വീണ്ടെടുപ്പാനെ സ്വന്തമാക്കി. And she had a good hereafter, a good future. മക്കളെ, പെട്ടെന്നുള്ള ഡിസിഷൻ എടുക്കാതെ ചിന്തിച്ച് ഡിസിഷൻ എടുത്താൽ പെല്ലെ 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 ഒരു നല്ല അന്ത്യം നമുക്ക് ലഭിക്കും. So if you make thoughtful decisions, step by step, you will have a good future. മോശയെ നോക്കിക്കേ നിങ്ങൾ. Look at the life of Moses. ആ വാക്യം നിങ്ങൾക്ക് കാണാറിയെന്ന് പറഞ്ഞ എബ്രായലേഖനം 11:23 വാക്യം പറയാമോ? മോശദാൻ വളർന്നപ്പോൾ, വിശ്വാസത്താൽ മോശദാൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലികം, അവർ ശ്രദ്ധിക്കണം, താൽക്കാലികം ടെമ്പററി ആയിട്ടുള്ള പ്ലഷേഴ്സ്, താൽക്കാലികമായ ഭോഗങ്ങൾ, താൽക്കാലിക സമ്പത്ത്, താൽക്കാലിക സ്ഥാനങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ട് അപമാനം മതി എന്ന് പറഞ്ഞ് ജനത്തിന്റെ കൂടെ നടന്നുപോയി. So Moses chose his people, even though that he knew that he had to suffer for a short period of time, but step by step, at the very end, he was elevated. ഞാനത് വിശദീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. I'm not going to explain that because I've preached about it in the past. രൂത്തിന്റെയും മോശയുടെയും തെരഞ്ഞെടുപ്പ് നല്ലതായിരുന്നു എന്ന് നമുക്ക് തിരുവചനം പിന്നെ മുന്നോട്ട് പോകും മനസ്സിലാകും അല്ലേ? And in the Bible we read that as and when Ruth and Moses made their decisions in the later times, they got blessings out of it. എന്നാൽ ശ്രദ്ധിക്കണമേ, ന്യായാധിപ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ ശിംശോൻ എന്നൊരു കഥാപാത്രം കാണാം. We also read about the life of Judges 16. Judges chapter 16, ശിംശോൻ, സാംസൺ. in the life of Samson. സാംസൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ, സാംസൺ ജനിക്കുന്നതിന് മുമ്പ് തന്നെ Even before Samson was born, ദൈവത്തിന്റെ പ്രത്യേക പദ്ധതിയിലാണ് സാംസൺ ജനിക്കുന്നത്. he was born into the perfect will of God. അപ്പനാ മനോഹയോടും അമ്മയോടും ദൈവം വാഗ്ദത്തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞ് ഇങ്ങനെയാകും. God gave promises to Manoah's father and the mother that this child would be such and such. ഈ മോനെ സെറ്റ് അപ്പാർട്ട് ചെയ്ത് മാറ്റി നിർത്തണം. And he has to be set apart. നാസിർ വ്രതം എന്ന അവിടെ കൊടുത്ത് സെറ്റ് അപ്പാർട്ട് ചെയ്യണം, വേർപാട് മാറ്റി നിർത്തണം. And he has to be set apart. എന്നിട്ട് മുടി വെട്ടരുത്. And you should not cut his hair. ഉടുക്കുന്ന തുണിയിൽ പ്രശ്നം. And there were things that he has to wear. കഴിക്കുന്ന ഫുഡ് സെപ്പറേറ്റ് ആയിട്ടുള്ളത്. All the food that he had to eat was separate. വ്യത്യസ്തമായ നിയമങ്ങൾ കൊടുത്തു ദൈവം നേരത്തെ കണ്ട ഒരു മോൻ. And he was given separate and distinct rules from the others, and he was predestined by God. കാലങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആത്മാവ് പലവട്ടം മാറി മാറി വന്ന് ജനത്തെ വിടുവിച്ചു കൊണ്ടുവരാൻ ഉപയോഗിച്ച വ്യക്തിത്വം. And as the ages passed by, this child was used to deliver his people. പക്ഷെ 16-ാം അധ്യായത്തിൽ, But in chapter 16, 1 മുതൽ വാക്യങ്ങൾ പരസ്യമായി വായിക്കുന്നില്ല, വായിച്ചാൽ മതി. പിന്നെ ചില തീരുമാനങ്ങൾ താൻ എടുത്തു. he took some decisions from verse 1. മക്കളെ ശ്രദ്ധിച്ച് കേൾക്കണേ, കുഞ്ഞുങ്ങളെ കേൾക്കണേ. ചില തീരുമാനങ്ങൾ ജീവിതത്തിൽ അവൻ എടുത്തു. And he took a few decisions from verse 1. അവന്റെ മേൽ പകർന്ന ആത്മാവിനെ മറന്നു.
And he forgot the anointing that was അവനെ on him. വിളിച്ച ദൈവത്തെ മറന്നു. And he forgot the God who called him. അവന്റെ മാതാവിനെ പിതാവിനെ മറന്നു. And he forgot his father and mother. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി തീരുമാനമെടുത്തു. And for temporary joy, he chose many other wrong decisions. 16:28-30 വാക്യങ്ങൾ In verse 28 and വേദനയോടെ 30, വേണം എല്ലാ ഭക്തന്മാരും വായിക്കാൻ. in verse 28 and 30, we read it sadly. തൻ ദൈവത്തിന് മുമ്പിൽ ഒരു അവസാനം ഒരു നിലവിളി വിളിക്കുക പുള്ളി. And he is crying out to the Lord one last time. കർത്താവേ എന്നെ നീ ഓർക്കണം. Oh Lord God, remember me. അത് മറ്റൊരു വേർഷനിൽ എന്നെ ഒന്നും കൂടെ ഓർക്കണേ കർത്താവേ എന്നാ പറയുന്നത്. And in another version it says, one more time remember me. കർത്താവ് ഓർത്തു. And the Lord thought. കർത്താവിൻ്റെ മേൽ അന്നേരം ശക്തി പകർന്നു. പക്ഷേ കട്ടളപ്പടിയും അമ്പലമൊക്കെ പിടിച്ചങ്ങോട്ട് പോക്കി ആയിരങ്ങളെ കൊന്നങ്ങോട്ട് വീഴ്ത്തുമ്പോൾ അതിനകത്ത് കീഴിൽപ്പെട്ട ആ മനുഷ്യൻ മരിച്ചുപോയി. ദൈവിക പദ്ധതി പലതും നടപ്പാക്കാതെ ശിംശോനെ കുറിച്ച് സ്കോളേഴ്സ് പറയുന്നത് ദൈവിക പദ്ധതി പലതും ഇല്ലാതാക്കി കളഞ്ഞത് തൻ്റെ ചില തീരുമാനങ്ങളായിരുന്നു. So we read that God gave his presence one more time on Samson, but as he destroyed the temple and he killed 1,000 people, he also perished in that act. But God's visions were not fulfilled in his life. ഇനി ശ്രദ്ധിക്കണേ നിങ്ങൾ. അടുത്ത 15 മിനിറ്റുകൾ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാൻ പോകുന്ന ഭാഗം ശ്രദ്ധിക്കണമേ. രണ്ടുപേരും കൂടെ മുമ്പിൽ കൊണ്ട് നിർത്തുകയാണ്. So there are two people in front of you. ലോകത്തെയും ലോകസുഖങ്ങളെയും ലോകത്തിൻ്റെ ആൾക്കാർ കൂട്ടുള്ളതായ ബറാബാസിനെ ഞാൻ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത് നിർത്തുന്നു. And we look at the life of Barabbas, which is analogous to this world. ബറാബാസിൻ്റെ കൂടെ ഇറങ്ങി നിങ്ങൾ പോയാൽ, And if you follow the life of Barabbas, നിങ്ങളെ കൈകൊട്ടി സ്വീകരിക്കാൻ താൽക്കാലികമായി ഒത്തിരി പേര് കാണും. there will be a lot of people who would welcome you temporarily. യഹൂദന്മാർ നിങ്ങളെ കരം തരും. And the Jews will shake hands with you. കൂടെ ഹോശാന പാടി കൂടെ നടക്കും. And they will come along with you and worship with യേശുവിനെ you. ഫോളോ ചെയ്യാതെ യേശുവിനെ അംഗീകരിക്കാതെ രക്ഷിക്കപ്പെടാതെ നടന്നാൽ അവരുടെ അന്ത്യം കൊണ്ടൊരു വാക്യം വായിച്ചു. തെസ്സലോനിക്ക ലേഖനം. And the book of Thessalonians, we read that. 2 തെസ്സലോനിക്കർ 1:7-10 വരെ വാക്യങ്ങളൊന്ന് വായിക്കുമോ? 2 Thessalonians chapter 1 verse 7 to 10. ശാന്തമായി ഹൃദയത്തിൽ കയറത്തൊക്കണം വായിച്ചു. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ വായിച്ചേ. ആ നാളിൽ പത്താം വാക്യം. എന്താണ് അവരെ അന്ത്യം? എന്താ അവരെ അന്ത്യം? സുവിശേഷം അനുസരിക്കാതെ കർത്താവിനെ ഫോളോ ചെയ്യാതെ ലോകത്തെ സ്നേഹിച്ച് നടന്നു പോകുന്നവരുടെ അന്ത്യം പൗലോസ്ലീഹ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അവർക്ക് നിത്യ നാശം. So we read in these verses that people who do not follow the Lord Jesus Christ and are not saved, their end is everlasting destruction. ഓക്കെ, ഇനി നിങ്ങൾ ഇപ്പുറത്തേക്ക് വന്ന് യേശുവിൻ്റെ പുറകിൽ നിങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചാൽ, But on the other hand, if you follow Jesus and the life of Jesus, യേശുവിൻ്റെ മാർഗത്തിന് ഡിമാൻഡുകൾ കർത്താവ് വെക്കാറുണ്ട്. and to follow Jesus, he has certain demands. There is no demand. ആ ഭാഗത്ത് ഡിമാൻഡുകളൊന്നുമില്ല. In the other hand, there are no demands, അവർ ഒഴുകുന്ന പോലെ ഒഴുകി നിങ്ങൾക്ക് പോകാം. and you can follow them as you please. എവിടെ ഇരിക്കാം, You can go wherever you want. എവിടെയും പോകാം. You can go wherever you want. ആരും ചോദിക്കാനില്ല. Nobody is questioning you. പക്ഷെ യേശുവിനെ ഫോളോ ചെയ്താൽ, But if you follow Jesus, വായിക്കൂ ലൂക്കോസ് സുവിശേഷം 14-ാം. in Luke chapter 14, കഴിഞ്ഞ സൺഡേ ഞാൻ അവസാനം ഒരു ഉറപ്പിച്ച വാക്യം 14-ാം 25-ാമത്തെ വാക്യമാണെന്ന്. 25 അല്ലേ? verse 25, 25 മുതൽ വായിച്ചേ. ഏറിയ പുരുഷാരം അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞ് അവരോട് പറഞ്ഞത് 26, if anyone, എൻ്റെ അടുക്കൽ വരികയും നിങ്ങൾ നോക്കിയേ, ഞാൻ വീണ്ടും വായിക്കണേ. നിങ്ങൾ ഈ സെക്കൻഡ് യേശു കർത്താവിനെ കൂടെ വരാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ, if you decide to follow the life of Jesus, യേശു ഡിമാൻഡുകൾ വെക്കുന്നു. and Jesus has a couple of demands. എന്താ ഡിമാൻഡ് വെക്കുന്നത്? And what are these demands? കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞ ഡിമാൻഡ്, ഒന്നാമത്തെ ഡിമാൻഡ് എന്താ? കഴിഞ്ഞ ആഴ്ച സന്ദേശം എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച സീച്ചാൻ്റെ മെസ്സേജിൻ്റെ സന്ദേശം എന്തായിരുന്നു? Put God first.
Put God first. ട്രൂ ഫെയ്ത്ത് തലക്കെട്ട ഹെഡിങ് മെസ്സേജ് എന്തായിരുന്നു? Put God Put first. first. അത് എന്താണ്ട് പത്തോട്ടം പറഞ്ഞു ഇവിടെ, പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണമെന്ന് ദൈവം ഡിമാൻഡ് ചെയ്യുന്നു. So last Sunday we heard the message that we have to change our priorities and put God first. രണ്ടാമത്തെ കർത്താവ് ഡിമാൻഡ് ചെയ്യുന്നത് അവിടുത്തെ വാക്യം വെച്ച്, കൂടെ സ്വന്തം ജീവനെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹേറ്റ് ചെയ്യണം, പകയ്ക്കണം, ഡിനേ ചെയ്യണം. അപ്പം ചിലതിനെ വെറുക്കുവാൻ ദൈവം ഡിമാൻഡ് ചെയ്യുന്നു. So Jesus says the second demand is that we have to hate ourselves and give it all up. ചില കറക്ഷൻസ് ദൈവം ഡിമാൻഡ് ചെയ്യുന്നു. The secondly, God demands that we make some ഓൾഡ് corrections. ക്യാരക്ടർ ചേഞ്ച് ചെയ്യണമെന്ന് ദൈവം ഡിമാൻഡ് ചെയ്യുന്നു. And Jesus says that we have to change and transform our old characters. പത്തനംതിട്ടയിലെ കളക്ടറായിരുന്ന ഒരു പത്തനംതിട്ട ജില്ലയിലെ ഒരു കളക്ടർ, ഒരു മുസ്ലിം സഹോദരനാണ്. നിങ്ങൾക്ക് പേരറിയാം, ഞാൻ പേര് പറയുന്നില്ല, എനിക്കറിയാം. ഒരു നല്ല കളക്ടർ, കൊല്ലക്ക കളക്ടറായിരുന്നു. ഇപ്പം പത്തനംതിട്ടയിലായിരുന്നു, ഇപ്പോഴും മാറി, പുള്ളി സ്ഥലം മാറ്റി. പത്തനംതിട്ട കളക്ടറിലായിരുന്ന ആ മനുഷ്യൻ So there was a collector in the district of Pathanamthitta. ഒരു ദിവസം രാത്രിയിൽ ഒരു പിതാവിൻ്റെ കോൾ റിസീവ് ചെയ്തു. And he received a call from a father one night. അപ്പൻ കരയുകയാണ്, കാര്യം പറയുന്നു. ബാക്കിൽ, ഫോണിൻ്റെ ബാക്കിലൂടെ ഒരു അമ്മയുടെ നിലവിളിയും കേൾക്കാം. And this father was crying, and in the background on the phone he could also hear the woman crying. ആ മനുഷ്യൻ ഒരു ഇസ്ലാം സഹോദരനാണ്, ഈ കളക്ടർ. ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനും കരയുന്ന, കാര്യം പറയാൻ പറഞ്ഞു. And this collector asked, why are you crying to the other person on the phone? 16 വയസ്സുള്ള എൻ്റെ മോൻ ഇന്ന് രാവിലെ കോളേജിൽ പോകുന്നു പറഞ്ഞ് പോയിട്ട് ഇന്ന് രാത്രി 12 മണിയായിട്ടും വന്നിട്ടില്ല. So this father was saying that my 16-year-old, he went to college today morning but has not returned till the night. അപ്പം ഈ കളക്ടർ ചോദിച്ചു, രാവിലെ പോയ വഴക്കുണ്ടാക്കിയാണോ പോയത്? So the collector asked, did you have any quarrels before he left to college? ചെറിയ വഴക്കുണ്ടായി. 16 വയസ്സുള്ള മോന് ബൈക്ക് വേണം, അപ്പുറത്തുള്ള പിള്ളേർക്കെല്ലാം ബൈക്ക് വേണം. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഈ അപ്പൻ കൊടുത്തില്ല, ഡിമാൻഡുകൾ അപ്പൻ വെച്ചു. So when this son asked for a bike, just like his other friends had, this father did not give him that. അപ്പം ഈ കളക്ടർ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട, അപ്പനും അമ്മയും സാരമായിട്ടിരിക്കും, ഞാൻ ഇന്ന് രാത്രി തന്നെ നിങ്ങൾ ആ മോനെ കൊണ്ട് പോക്കിയെടുക്കാന്ന് പറഞ്ഞു. So the collector said, do not worry, I will return your son tonight itself. രാത്രി 3 മണിയായപ്പോൾ മണ്ണൂത്തി എന്ന സ്ഥലത്ത്, തൃശ്ശൂരിനടുത്ത് മണ്ണൂത്തി എന്ന സ്ഥലത്ത് വെച്ച് തന്നെ പോക്കി. So in early morning 3 a.m. he found the son in a place. കേൾക്കണേ പ്ലീസ്, ശ്രദ്ധിക്കണമേ, ഇതൊരു ശ്രദ്ധിച്ച് കേൾക്കണം. ഈ കുഞ്ഞിനെ അവിടുന്ന് മണ്ണൂത്തി നിന്ന് ഏകദേശം പത്തനംതിട്ട വരെയുള്ള സ്ഥലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ, ഈ 2-3 മണിക്കൂർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞിനെ വെള്ളം മേടിച്ചു കൊടുത്ത്, കഴിക്കാൻ മേടിച്ചു കൊടുത്ത്, ഈ മനുഷ്യനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കളക്ടറെ കുറിച്ച് മനസ്സിലായല്ലോ, നിങ്ങൾക്ക് ചിലരൊക്കെ പത്രം വായിക്കുന്ന അറിയാം, നല്ലൊരു മനുഷ്യന്, ചെറുപ്പക്കാരൻ. അവനെ ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി, ഈ മനുഷ്യൻ കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി. So when after the collector found this son and as he was bringing him back to his home, he gave him a lot of food and water and he started talking to this son. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് അപ്പനെ അമ്മയെ കുറിച്ച് നല്ല വാചകങ്ങൾ മനസ്സിലായി, കുഞ്ഞിൻ്റെ ക്യാരക്ടർ മനസ്സിലായി. And he found out about the good character of his father and also about the character of this son. അവസാനം കൺക്ലൂഷൻ ചോദിച്ചു, ആക്ച്വലി ഇത്രയും പറഞ്ഞതിൽ മോനെ എന്താ പ്രശ്നം? So in all of these things that we discussed, the collector asked, what is your problem to the son? എൻ്റെ അപ്പൻ അങ്ങ് ഡിമാൻഡുകൾ വെക്കുക. So the son said, my dad has a lot of demands. ആ ഡ്രസ്സ് ഇടാൻ പാടില്ല, you cannot wear such a dress, വൈകിട്ട് 8 മണിക്ക് ശേഷം പിള്ളേരോട് പോകാൻ പാടില്ല, and after 8 o'clock in the night you cannot go out 16 with your വയസ്സുള്ള ഈ friends. മോന് ബൈക്ക് തരത്തില്ലെന്ന് എന്നോട് പറഞ്ഞു. And he also said I should own no bikes. അപ്പോൾ ഈ ഡിമാൻഡുകൾ വെച്ചത് ആർക്ക് ഇഷ്ടപ്പെട്ടില്ല? നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. ഈ മോൻ ഇഷ്ടപ്പെട്ടില്ല. So the son did not like the demand set forth by his father. ഡിമാൻഡ് വെക്കുന്നത് ആർക്ക് ഇഷ്ടമല്ല? മനസ്സിലായില്ല? അനുസരിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇഷ്ടമല്ല. അത്രേ ഉള്ളൂ. Those who do not want to obey do not like to get demands. ബറാബാസിന്റെ കൂട്ടർക്ക് ഡിമാൻഡുകളില്ല. The people who follow Barabbas, they have no demands. You can go anywhere, wherever you spend time. എവിടെങ്കിലും പോ, എന്ത് കഴിച്ചോ, എന്ത് കുടിച്ചോ. പക്ഷേ ഈ ഫെലോഷിപ്പ് ഡിമാൻഡ് വെക്കുന്നു, കള്ളുടിക്കാൻ പാടില്ല. So there are no demands if you follow Barabbas, but in this fellowship we demand such things like ഈ no alcohol. ഫെലോഷിപ്പ് വസ്ത്രദാനത്തിന് ഡിമാൻഡ് വെക്കുന്നു. In this fellowship we have certain demands. നീ 3 ആഴ്ച കാണത്തുള്ളൂ. ഈ ഫെലോഷിപ്പ് ജീവിച്ചു വന്നാൽ ഈ ഫെലോഷിപ്പ് പല ഡിമാൻഡുകൾ വെക്കുന്നു. And this fellowship has a lot of demands that we യേശു ഡിമാൻഡ് വെക്കുന്നു. And Jesus himself has a lot of demands. If you are ready to follow me, എന്നെ ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ വെക്കുന്ന ഡിമാൻഡ് നിങ്ങൾ പാലിച്ചേ മതിയാകൂ. And if you want to follow me, you have to fulfill certain demands.
മോനെ ഒരു റൂമിനകത്ത് രാവിലെ 8 മണിയും കണ്ടായി പത്തനംതിട്ട വന്നപ്പോൾ മോനെ റൂമിനകത്ത് ഒരു കൗൺസിലിംഗ് കൊടുത്ത് നിർത്തി, അപ്പൻ്റെ അമ്മയും വരുത്തി ഒരു കൗൺസിലിംഗ് കൊടുത്തു. എന്നിട്ടും അപ്പനോട് ചോദിച്ചു, ശ്രദ്ധിക്കണേ, അപ്പനോട് ചോദിച്ചു, ഇങ്ങനെ ഡിമാൻഡ് വെക്കുന്നത് കൊണ്ടാണ് മോൻ പോയത്, അവന് സങ്കടം, എന്ത് തീരുമാനിക്കുന്നു എന്ന് ഈ കളക്ടർ ചോദിച്ചു. So the collector returned the son, and in his office he asked his father, "You are keeping such demands for your son. What would you choose?" ഈ കളക്ടർ എഴുതിയ ഒരു കുറിപ്പാണിത് കേട്ടോ. ഈ കളക്ടർ നിങ്ങൾക്ക് മനസ്സിലായി കാണും. കളക്ടർ എഴുതിയ കുറിപ്പാണ്. നൂറുദ്ദീൻ എന്നാണ് പിള്ള പേര്. നൂറല്ലേ? നൂബ്. ഈ മനുഷ്യൻ എഴുതിയ ഒരു കുറിപ്പ്, ഫേസ്ബുക്ക് കുറിപ്പാണിത്. This is an article written by the collector. കുഞ്ഞുങ്ങൾ കേൾക്കണം, മാതാപിതാക്കളും കേട്ടോ. മോനെ നല്ലപോലെ ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. കുഞ്ഞുങ്ങൾ കേൾക്കണം, മാതാപിതാക്കളും കേട്ടോ. ഈ അപ്പം പറയുകയാണ്, അപ്പം കളക്ടർ ചോദിക്കുകയാണ്, എന്താ ഇനി അടുത്ത പരിപാടി? ഇവൻ പറയുന്നു ഡിമാൻഡുകൾ വെക്കുന്നു. അപ്പൻ്റെ പരിപാടി എന്താണെന്ന് ചോദിച്ചപ്പോൾ കളക്ടർ ചോദിക്കുന്നതല്ലേ, പുള്ളി അങ്ങ് പേടിച്ചു പോയി. 2 പോലീസുകാരെ നിൽപ്പുണ്ട്. ഒന്നാമത് രാത്രി നൂറ് ഉറങ്ങിയിട്ടില്ല. പുള്ളി പറഞ്ഞു, ഒരു ഡിമാൻഡിന് വെക്കത്തില്ല, അവൻ ഇട്ടേക്കുന്ന വസ്ത്രം ഇട്ടോട്ടെ, ബൈക്ക് ഓടിച്ചോട്ടെ, എല്ലാം ചെയ്തോട്ടെ. ഇതാണ് സഭയ്ക്കില്ല പാസ്റ്റർക്കും പറ്റിയേക്കുന്നത്, എല്ലാ മാതാപിതാക്കും പറ്റിയേക്കുന്നത്. So നോ after ഡിമാൻഡ്സ്, നില്ല മോനെ, നോ ഡിമാൻഡ്സ്. ഡിമാൻഡുകൾ അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ എന്ത് പറയും? പറ റോണി. കോംപ്രമൈസ് ചെയ്യും, മക്കളോട് കോംപ്രമൈസ് ചെയ്യും. ലെറ്റ് ദം ഗോ, വേർ യു ഗോ, നോ പ്രോബ്ലം, ഐ ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം. കണ്ണടയ്ക്കും. അവസാനം എൻ്റെ അവിടെ ചെല്ലുന്നറിയാമോ? നിങ്ങൾ പറ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഈ പത്തനംതിട്ടയിൽ അപ്പനെ പോലെ ആകണോ അതോ ഡിമാൻഡ് വെക്കണോ? നിങ്ങൾ പറ, പത്തനംതിട്ടയിൽ അപ്പനെ പോലെ ആകണോ? അവസാനം ഈ കളക്ടർ പറഞ്ഞ പാത്രം എന്താ അറിയോ? ഈ ഡിമാൻഡ് നാളെ മുതൽ വീണ്ടും മോനോട് പറഞ്ഞില്ലേ, പിടിച്ചതിനകത്തോടെന്ന് പറഞ്ഞു. ഈ ഡിമാൻഡ് നാളെ മുതൽ മോനോട് പറഞ്ഞില്ലെങ്കിൽ പിടിച്ചതിനകത്തോടെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഞാൻ പറയും ഡിമാൻഡ്. ഞങ്ങൾ ഉപദേശിമാരോട് തമ്പുരാൻ പ്രാർത്ഥനാ മുറി പറയുന്നറിയാമോ? ഞങ്ങളുടെ ഉപദേശിമാരോട് തമ്പുരാൻ പ്രാർത്ഥനാ മുറി പറയുന്നറിയോ? കർക്കശമാ ഡിമാൻഡ് പറഞ്ഞോണം, ഇല്ലെങ്കിൽ നിന്നെ പിടിച്ചതിനകത്തിടും. അപ്പം ഞങ്ങളെന്ത് ചെയ്യണം? നിങ്ങളെ പേടിക്കണോ ദൈവത്തെ പേടിക്കണോ? നിങ്ങൾ പറ. നാളെ മീറ്റിംഗ് ഉണ്ട്, വരണേ, പ്ലീസ് വരണേ. ദൈവം വെക്കുന്ന ഡിമാൻഡ് എന്ന് പറയുന്നത് ചിലതിനെ ഹേറ്റ് ചെയ്യണം. ഇനി പറഞ്ഞോ, കണ്ടിന്യൂ. So just like we read in the example of the collector, that after he returned the son, and when he told his father, then the father said, "I have no demands." But the collector encouraged the father that if you do not have any demands from the next day, that I will put the people in jail. But the bottom line or the gist of the story is that we see such a situation in the churches and in our own livelihoods where parents compromise in a lot of demands. So let us follow the demands that Jesus Christ put forth before us, so that we are true disciples of Him. Otherwise, our end destination will be eternal destruction. കർത്താവിനെ ഫോളോ ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ഏത് ദൈവമക്കളും തീരുമാനമെടുക്കണം. All of you here should follow Jesus Christ. മറ്റേ ഗ്രൂപ്പിന് ഡിമാൻഡുകളില്ല. In the other group, you have no demands. ഈ ഗ്രൂപ്പിന് ഡിമാൻഡുണ്ട്. And in this group, we have a lot of demands. Whom do you choose? ഡിമാൻഡുകൾ ചൂസ് ചെയ്യുമോ അതോ ഡിമാൻഡുകളൊന്നുമില്ലാത്ത ബറാബാസിനെ ചൂസ് ചെയ്യുമോ? Whom do you choose? Do you choose the Jesus with demands, or do you choose Barabbas with no demands? ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, If you read the following verses, ശിഷ്യത്വത്തിലേക്ക് നിങ്ങൾ ഡിസൈപ്പിൾഷിപ്പിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ, if you come into the discipleship of Jesus, നിങ്ങൾ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. you have to change your priorities, ഡിനേ ചെയ്യണം. and you have to deny yourself, ക്യാരക്ടർ ചേഞ്ച് ചെയ്യണം. and you have to transform your characters. ഈ ഡിമാൻഡുകൾ അനുസരിക്കുക മാത്രമല്ല, 27 പദം കൂടെ വായിച്ച് അവസാനിപ്പിക്കും. 7 പദം, വേഴ്സ് ലൂക്കോസ് ചാപ്റ്റർ 14 വേഴ്സ് 27. And Luke chapter 14 verse 27 also says, തൻ്റെ ക്രൂശ് എടുത്ത്, and whoever തൻ്റെ ക്രൂശ് എടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവൻ, കർത്താവിൻ്റെ ക്രൂശല്ല അവിടെ എഴുതിയേക്കുന്നത്, their own cross, and whoever does not bear his cross, അവർ സ്വന്തമായ ക്രൂശ്, അവനവൻ്റെ ക്രൂശ് ദേഹത്തെടുത്തുകൊണ്ട് നടക്കണം. and we have to bear our own cross and follow Jesus. കർത്താവിനെ ഫോളോ ചെയ്യാൻ ഇറങ്ങുമ്പോൾ, When you start to follow Jesus, കർത്താവ് എന്താ പറയുക? എന്നെ കേട്ടെ, ഞാൻ വ്യാഖ്യാനിക്കാം, ശ്രദ്ധിക്കണേ. കർത്താവിൻ്റെ ആ സെക്കൻഡ്
ടീമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുക, ഞങ്ങൾ കർത്താവെ നിന്നെ ഫോളോ ചെയ്യാൻ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം So if you follow the second team and you want to be a disciple of Jesus and you follow him, ഒരു ക്രോസ് എടുത്ത് അങ്ങ് തോളി വെക്കുകയാണ്. and you take a cross and put it on your shoulder. അച്ഛാ, ഒരു മനുഷ്യൻ ക്രോസ് എടുത്ത് തോളി വെച്ചാൽ If a man bears his cross, ക്രൂശ് വഹിക്കുക എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ്. it is a capital punishment to bear a cross. ആ കാലത്തെ റോമൻകാരുടെ. In those days, in the age of the Romans. അപ്പോൾ ക്രോസ് ഒരാൾ തോളിൽ വെച്ചാൽ പിന്നെ എവിടെ വെക്കുന്നറിയാമോ? താത്ത് വെക്കുന്ന എവിടെ നിന്നറിയാമോ? പറ. അവരെ ക്രൂശിക്കാനുള്ള കുഴിക്കകത്ത. So when a person bears his cross, they put the cross down at the place where they are crucified. അപ്പോൾ അവർ ക്രോസ് എടുക്കണമെന്ന് പറഞ്ഞാൽ, So if you bear your own cross, ക്രോസ് എടുത്ത് നടക്കുന്ന ഒരു വ്യക്തിയെ നോക്കിയിട്ട് ആൾക്കാർ പറയും, ഹേ ഇവനെന്തോ വലിയ തെറ്റ് ചെയ്തു, അപമാനം. so a lot of people will look at that and they will think that you have committed some sin and it's പോകുന്ന a humiliation. വഴിയിലെല്ലാം ആൾക്കാർ അവനെ മോക്കിയും അവനെ റിപ്രോച്ച് അവനെ നിന്ദിക്കും. And in all of his ways and his journey, people will humiliate him. അപ്പോൾ ക്രൂശിന്റെ പിന്നാലെ നടക്കുമ്പോൾ, ക്രൂശ് നടക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന എന്തൊക്കെയാ? പറ, എന്തൊക്കെയാ? എന്തോ വണ്ടി കിട്ടുന്തോ, അപമാനം, So we face a lot of humiliation when we bear a നിന്ന, cross. പരിഹാസം. ദൈവമ്മ സംസാരിക്കട്ടെ, Amen. ദൈവമ്മ ഇടപെടട്ടെ, Amen. ദൈവമ്മ ഇന്ന് രാത്രി സംസാരിക്കട്ടെ. മക്കളെ, എന്നെ കണ്ണു തുറന്ന് കേൾക്കും മക്കളെ. നോ പ്ലീസ് കം ഓൺ, ശ്രദ്ധിച്ചേ. യേശുവിൻ്റെ മാർഗം നിങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനം, യേശുവിൻ്റെ ക്രൂശ് ചുമന്നുകൊണ്ട് നിങ്ങൾ ഇറങ്ങി പുറകെ തിരിച്ചാൽ, നിന്റെ ക്രൂശ് എടുത്ത് ചുമന്നുകൊണ്ട് എൻ്റെ പുറകെ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അപമാനവും നിന്ദകളും പരിഹാസവുമാ, അവസാനം നിങ്ങളുടെ മരണവുമാ. So when we follow Jesus and his example and bear our own cross, even though in our journey we face a lot of ridicule and humiliation. നിങ്ങൾ എന്നെ മോനെ ഒന്ന് കാണിച്ചേക്കളെ. ഈ ബറാബാസിനെ നിങ്ങൾ യേശുവിനെ കണ്ടേ? ഒന്നുകൂടെ കണ്ടേ. Let us put that picture up, Barabbas and Jesus. ബറാബാസിന്റെ പുറകെ ഒത്തിരി പേര് പോയോ? നിങ്ങൾ കണ്ടേ? ആ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഒത്തിരി പേര് യേശുവിന്റെ ബറാബാസിനോട് പോയായിരുന്നു കേട്ടോ. And a lot of people followed Barabbas in that chapter. എന്നാൽ അവിടെ ഇവിടെയൊക്കെ മാറി ഇല്ല 12 പേര് നിൽപ്പുണ്ട്. 12 ഇപ്പം 11 പേര് നിൽപ്പുണ്ട്. 11 പേര് അല്ലേ? So there were 11 of the 12 disciples remaining to follow Jesus. അവരോടൊക്കെ മാറി നിൽപ്പല്ലേ? And they were all standing there. ഒരാൾ തള്ളി പറഞ്ഞ് എങ്കിലും വിഷമമൊക്കെ ദൂരെ മാറി നിൽപ്പുണ്ട്. ആരാ? പത്രോസ് അല്ലേ? ബാക്കി എല്ലാവരും അവിടെയൊക്കെ നിൽപ്പുണ്ട്. So the remaining 11 of the 12 disciples were scattered and they were in that vicinity. അല്പം ആശങ്ക ഉണ്ടെങ്കിലും തള്ളിപ്പറച്ചിലുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇവത്തുങ്ങൾ എന്ത് ചെയ്തു? പിന്നെയും കർത്താവിനെ എന്ത് ചെയ്തു? ഫോളോ ചെയ്തു. So even though they forsook the Lord Jesus sometime there, but eventually they followed Jesus. ഇവർക്ക് എന്നാ കിട്ടിയേ? What do they receive? ഇവർക്ക് എന്നാ കിട്ടി? ജീവിതത്തിൽ എന്നാ കിട്ടി? What did they receive in their life? അവരെ ലൈഫ് അങ്ങോട്ട് ആരംഭിക്കുന്ന അപ്പോസ്തലപ്രവൃത്തിയാണല്ലോ. So they started their life with apostleship. നമുക്ക് എഴുതപ്പെട്ടത് അപ്പോസ്തലപ്രവൃത്തി കാണാം. 4-ാം അധ്യായം മുതൽ ഇവരെ അടിച്ചങ്ങ് ചിതറിപ്പിച്ചു. സ്കാറ്റേർഡ് എന്ന പദമാണ്. അടിച്ചങ്ങ് ചിതറിപ്പിച്ചു, പലയിടങ്ങളിൽ അങ്ങ് പോയി. So they were scattered in many directions in the world. 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നേതൃത്വം കൊടുക്കുന്ന പത്രോസിനെ പിടിച്ച് കാരാഗൃഹത്തിൽ എത്തിട്ടു. And Peter was arrested and put in jail. അടിയും അപമാനങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും അവസാനം ഒരാളൊഴികെ ബാക്കി എല്ലാവരും എന്ത് ചെയ്തു? രക്തസാക്ഷികളായി മാറി. So all of them were blood witnesses to Jesus in the end of their നമുക്ക് life. ചോദിക്കാം, ഇങ്ങനെ ഒരു സ്ഥലം നിനക്കുണ്ടായിരുന്നല്ലോ. എവിടെ? യേശുവിൻ്റെ ക്രൂശ് സമയത്ത് കർത്താവ് വിളിച്ചു ചോദിച്ചല്ലോ, ബറാബാസിൻ്റെ കൂടെ പോന്നോ? യേശുവിൻ്റെ കൂടെ. അന്ന് നിനക്ക് ബറാബാസിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ തിരിച്ച് വല്ല പടകും വലയൊക്കെ എടുത്ത് മീനൊക്കെ പിടിച്ച് നല്ല വീട് 156 മീനൊക്കെ ഇട്ട് നല്ല മീനൊക്കെ പിടിച്ച് നല്ല കോടീശ്വരനായിട്ട് ജീവിച്ചുകൂടായിരുന്നോ? So people could have asked these disciples that if you had followed Barabbas, you could have lived well, you could have gone back to your fishing and all of your trade, and you could have lived a good life. പക്ഷേ പത്രോസ് നമ്മോട് ചില വാക്കുകൾ പറയും. But Peter says a few വാക്യങ്ങൾ verses, മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. and I'm going to end with those few verses. പത്രോസ് 1-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങൾ നിങ്ങൾ വായിച്ചിട്ട് ഞാൻ വായിക്കാനിരിക്കുന്നില്ല, വായിച്ചാൽ മതി. 1 പത്രോസ്, ഞങ്ങളുടെ അന്ത്യം, ഞങ്ങൾ ആ തെരഞ്ഞെടുത്തത് കൊണ്ട് ഞങ്ങളുടെ അവസാനം എന്താണെന്ന് അവർ പറയുന്നുണ്ട്. വായിച്ചേ 1 പത്രോസ് 1 Peter 1-ാം അധ്യായം 1, 4 മുതൽ 9 വരെ വാക്യങ്ങൾ. chapter verse 4 to 9. നിങ്ങൾക്ക് ഈ ഭൂമിയിലൊന്നും സൂക്ഷിക്കുന്നില്ല, You have nothing to preserve in this world, ഞങ്ങൾക്ക് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. but it's already reserved for us in heaven. വായിക്കേ കുഞ്ഞുങ്ങളെ, നിങ്ങളെല്ലാം കാണാൻ പഠിക്കണ വാക്യം. ക്ഷയം മാലിന്യം, അടുത്ത വാക്യം, ക്ഷയം മാലിന്യം വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി ഞങ്ങൾക്കൊരു
അവകാശം സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. So we have been reserved in heaven for you uncorruptible and undefiled inheritance. ആറാം വാക്യം. പൗലോസ് വായിക്കണേ കേട്ടേ. പത്രോസ് പറയുകയാണ്, നിങ്ങൾ ഈ അല്പനേരം ഈ ക്രൂശ് എടുത്തു നടക്കുമ്പോൾ നാനാ പരീക്ഷകളാൽ ദുഃഖങ്ങൾ നിമിത്തങ്ങൾ പരിഹാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ഇപ്പോഴും ആനന്ദിക്കുന്നു, അന്ന് അവകാശം കണ്ട് ആനന്ദിക്കും. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാൻ പറ്റുമോ? Hallelujah. നീ കർത്താവിനെ ഫോളോ ചെയ്തുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന നന്മ എന്ന് പറയുന്നത് ക്ഷയം മാലിന്യം വാട്ടമില്ലാത്ത വലിയൊരു അവകാശം ഇവിടെ അല്ല ലഭിക്കുന്ന, അവിടെ ലഭിക്കും. ഇപ്പോഴും ആനന്ദം, അന്നും ആനന്ദം. So the Bible says, to an inheritance incorruptible and undefiled that does not fade away, reserved in heaven for you. So even though we face a few trials here and there in this for a short time, let us even greatly rejoice in those trials in this short time. ഏഴാമത്തെ വാക്യം വായിച്ചേ. ഏഴാമത്തെ വാക്യം. അഴിഞ്ഞു പോകുന്നതും പൊന്നിനേക്കാൾ ഇന്ന് ക്രൂശം നടക്കുമ്പോൾ ലഭിക്കുന്ന അപമാനങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ വിലയേറിയതാണ്. അത് പൊന്നിനേക്കാൾ വിലയുള്ളതാണ്. So the Bible says that the genuineness of your faith being much more precious than gold. എന്നെപ്പോ മനസ്സിലാകും? യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ. And it will be revealed at the revelation of Jesus Christ. Until his second coming. കർത്താവിന്റെ വരവ് വരെ നമുക്ക് അപമാനം ഉള്ളന്നേ. So there is humiliation for us until the second coming of Jesus. നിങ്ങൾ ഈ വചനം കേട്ട് ഇന്ന് രാത്രി ബൂസ്റ്റ് ആയിക്കോണം, അകത്ത് ദൈവശക്തി പ്രാപിച്ചെടുത്തോണം. And you have to be encouraged by this word today. അനുഭവിക്കുന്ന വേദനകളും നിന്ദകളും പരിഹാസങ്ങളും നിങ്ങൾ കേട്ട് പുറകോട്ട് പോകാനല്ല, ഞങ്ങൾക്ക് യേശുവിന്റെ രണ്ടാമത്തെ മടങ്ങി വരെ ഈ അപമാനങ്ങളുണ്ട്. പക്ഷെ അന്ന് മഹാപുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനും അത് കാരണമായി തീരും. Amen. Till the second coming of Jesus, we have inheritance incorruptible and undefiled, which is reserved for us in heaven. But till then, we have to face these trials and humiliations. അപ്പം ബറാബാസിന്റെ പുറകിൽ പോയാൽ നിത്യ ലജ്ജയ്ക്കും നിത്യ ന്യായവിധിക്കും പോകും. So if you follow Barabbas, you have eternal destruction. ഇവിടെ താൽക്കാലിക അപമാനങ്ങൾ, നിന്ദകളും പരിഹാസങ്ങളും ക്രൂശും വന്നുകൊണ്ട് നടക്കുമ്പോൾ ലഭിക്കുമെങ്കിലും നമുക്ക് നിത്യമായ എറ്റേണലായിട്ടുള്ള അവകാശം ലഭിക്കും. അപ്പോൾ ഏത് വേണം? Amen. So if you follow Jesus, even though you have a little trials on this earth, you have to bear your own cross, and for eternity you will have incorruptible and undefiled blessings which are reserved for you in heaven. Which one do you choose? കുഞ്ഞുങ്ങളെ എന്നെ ശ്രദ്ധിക്കുക, ഒരു മിനിറ്റ് ശ്രദ്ധിക്കുക. ഈ കുരിശെടുത്തുകൊണ്ട് കർത്താവ് പറയുന്നിടത്ത് പോകാം, കർത്താവിനെ ഞങ്ങൾ ഫോളോ ചെയ്യാം എന്ന് നിങ്ങൾക്ക് തീരുമാനം എടുക്കാമോ? Let us make a decision that we bear our own cross and we follow Jesus and let him lead us to where he wants to take us. നിങ്ങളുടെ കണ്ണിന് ഇമ്പമാകുന്ന ഒത്തിരി കാര്യങ്ങൾ ഈ ബറാബാസിന്റെ കൂട്ടര കയ്യിലുണ്ട്. And there are many things which are pleasing to your eyes in these in the people who follow Barabbas. പക്ഷേ ടെമ്പററി പ്ലഷേഴ്സ് അത്. But all of those are temporary pleasures. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്പാനിൻ്റെ നീളം എത്രയാണെന്ന് നമുക്ക് ഏകദേശം 2 വർഷം കൊണ്ട് മനസ്സിലായി കഴിഞ്ഞു. So we know that what is the estimate of the human lifespan. 100 വരെ പോകുന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു. And we thought that we could go up to 100. ബൈബിൾ പറയുന്നു 70 ഏറിയാൽ 80, അതിനേക്കാൾ അപ്പുറമൊക്കെ പോകും നമ്മൾ വിശ്വസിച്ചിരിക്കുന്നവരാ നമ്മൾ. So the Bible says 70 to 80, but there are people who go beyond that. 30-ഉം 40-ഉം ഉള്ളവർ പെടഞ്ഞ് കോവിഡായി മരിക്കുന്നു. And we know how people die at a young age of 30 and 40 years. താൽക്കാലിക കാര്യങ്ങൾക്ക് വേണ്ടി ഡിസിഷൻ എടുക്കരുതേ. Let us not take decisions for temporary താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി ബറാബാസിന്റെ കൂട്ടർ കൂടെ പോകല്ലേ. Let us not follow the example of Barabbas and the people of Barabbas for temporary benefits. പക്ഷേ യേശു കർത്താവ് ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുന്നു. But Jesus asks you tonight. നിങ്ങളെ വിളിക്കുന്നു. എന്നെ കേൾക്ക്, ഇനി 2 മിനിറ്റ് കേൾക്ക്. നിങ്ങളെ വിളിക്കുന്നു. And Jesus calls you. എൻ്റെ ക്രൂശുമേന്തി എൻ്റെ കൂടെ വാ. Let bear your own cross and follow me. ഇന്ന് രാത്രി യേശു നിങ്ങളെ വിളിച്ചാൽ, If Jesus calls you tonight, ക്രൂശുമേന്തി ഞാൻ പൊയ്ക്കൊള്ളാം കർത്താവേ. give in and say that I will bear my ലോകം cross. എവിടെയാണെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാം. Wherever in the world I will അത് follow. പർവ്വതമോ കുന്നോ ആയിക്കോട്ടെ, ഞാൻ പൊയ്ക്കൊള്ളാം. And even if it is a mountain or a valley, I'll follow you. ഞാൻ ദുഃഖമോ പ്രതികൂലമോ അനുകൂല ഏതാകട്ടെ ഞാൻ പൊയ്ക്കൊള്ളാം. Whatever my situation, happiness or sadness, I will follow എനിക്ക് you. യേശുവിന്റെ കൂടെ പോയാൽ മതി. I just want to follow my Jesus. ആ കർത്താവിന്റെ പുറകിൽ പോകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? How many of you want to follow that Jesus? ഒരു നിമിഷം തലകളെ വണങ്ങി ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുമോ? Let us bow down our heads and pray. ഒരു നിമിഷം വന്ന് എഴുന്നേറ്റ് നിൽക്കുക ദിവസന്നിധിയിൽ. ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കൂ. Thank you Lord Jesus. പോയിടും ഞാൻ യേശുവിനാ
ഞാൻ പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ഞാൻ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ഞാൻ അന്ത്യത്തോളവും പർവ്വതങ്ങൾ താഴ്വരയോ സാരമില്ല പോയിടും ഞാൻ താൻ വിളിച്ചാൽ പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും ചേർന്ന് പറയാമോ? യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ഞാൻ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ഞാൻ അന്ത്യത്തോളവും വഴിവിശാലം ഞെരുക്കമാകിലും സാരമില്ല പോയിടും ഞാൻ താൻ വിളിച്ചാൽ പോയിടും കർത്താവിന്റെ വേലയ്ക്കായി കർത്താവ് പറയുന്നിടത്ത് പോകാൻ, കർത്താവിന് നിന്നെ അനുഭവിപ്പാൻ, കർത്താവിന്റെ അപമാനം സഹിപ്പാൻ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുന്ന ദൈവത്തിന്റെ മക്കളിനകത്തുണ്ടെങ്കിൽ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളവും പട്ടണങ്ങൾ ഗ്രാമങ്ങൾ ഏതായാലും പോയിടും ഞാൻ താൻ വിളിച്ചാൽ പോയിടും ഞാൻ യേശുവിനായി ഏതു നാട്ടിലും തീരുമാനത്തോടെ യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിൻ ഞാൻ അന്ത്യത്തോളവും When he calls me, I will answer. When he calls me, I will answer. When he calls me, I will answer. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. In the highways, in the hedges, in the highways, in the hedges, in the highways, in the hedges, I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord. I'll be somewhere working. I'll be somewhere working. I'll be somewhere working for my Lord.
be somewhere. ഒരു ശിശുത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, യേശുവിനെ വേലയ്ക്കാൻ നിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, യേശുവേ വേല ചെയ്യും യേശുവേ അന്ത്യത്തോളവൂ യേശുവിനായി പോകും യേശുവേ വേല ചെയ്യും യേശുവേ അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവിൻ വേല ചെയ്യും യേശുവിനായി അന്ത്യത്തോളവും യേശുവിനായി ഞാൻ പോകും യേശുവേ വേല ചെയ്യും യേശുവേ അന്ത്യത്തോളവും. കുഞ്ഞുങ്ങളെ കണ്ണു തുറന്ന ഒരു നിമിഷം കൂടെ ശ്രദ്ധിച്ചേ, ഒരു നിമിഷം കൂടെ. ബറാബാസിന്റെ ചരിത്രം തിയോളജിയൻസ് പറയുന്നത് ഇങ്ങനെയാണ്. ബറാബാസിന് വേണ്ടി കൂക്ക് വിളിച്ചവരൊക്കെ അതേ സൈഡിൽ പാപത്തിലേക്ക് ജീവിക്കാൻ ഇറങ്ങിപ്പോയപ്പോൾ, those who were shouting out for Barabbas when they followed sin and this world, ബറാബാസ് ഗോൽഗോഥ വരെ യേശുവിനെ അനുഗമിച്ചു. but Barabbas followed Jesus up until Golgotha. ബറാബാസ് എന്നെ കേട്ടെ ഒരു നിമിഷം എന്നെ ശ്രദ്ധിച്ചേ. ഇനി ഞാൻ പറഞ്ഞ നിമിഷങ്ങൾ എൻ്റെ കുഞ്ഞവിടെ കിടന്ന് ചാടിയാൽ നിങ്ങൾ ശ്രദ്ധിക്കരുത്. പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്ന സമയമായത്. ബറാബാസ് ചിന്തിച്ച ഇങ്ങനെയാണ്, This is what Barabbas thought. ഞാൻ മരിക്കേണ്ടവനായിരുന്നു. എന്നെയാണ് ഈ യേശു ചുമക്കേണ്ട ക്രൂശ് ചുമക്കേണ്ടവൻ. I was the one who should have been killed on the cross. കൊൽക്കത്ത എന്ന കൽത്തളത്തിൽ നിന്ന് കർത്താവിനെ അടിച്ചവർ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ, As Jesus was taken out from that stone pavement after being beaten, ബറാബാസ് പുറകെ ഇങ്ങനെ അനുഗമിക്കുകയാണ്. Barabbas was following Jesus from then on. ഓരോ അടി യേശുവിന്റെ മേളിൽ വീഴുമ്പോൾ ബറാബാസ് ഹൃദയം കൊണ്ട് പറഞ്ഞു, ഈ അടി എനിക്ക് കേൾക്കേണ്ടതാണ്. Even with each beating that Jesus took on his body, Barabbas said, this was supposed to be on ക്രൂശ് കൊണ്ട് me. കർത്താവ് വീഴുമ്പോൾ എല്ലാം ബറാബാസ് പറഞ്ഞു, ഞാൻ ഈ മരണവിധിക്ക് അർഹതപ്പെട്ടവനാണ്. Every time that Jesus fell down with that heavy cross, Barabbas said, I was the one who would have been. ക്രൂശിനോട് ചേർത്ത് വെച്ച് യേശുവിനെ ആടിയടിക്കുമ്പോൾ ബറാബാസ് ആകത്തളങ്ങളിൽ പറഞ്ഞു, ഞാൻ As അടികൊള്ളേണ്ടവനാണ്. Jesus was nailed to that wooden cross, Barabbas thought in his heart, it was me whose hands would have been nailed to that cross. പീലാത്തോസ് എഴുതിയ ഒരു പുസ്തകം, ആ കാലങ്ങളിൽ യേശുവിന്റെ ചരിത്രം പീലാത്തോസ് എഴുതി വെച്ചെന്ന് പറയുന്നു. പീലാത്തോസിന്റെ പുസ്തകത്തിൽ പറയുന്നു, ബറാബാസ് ക്രൂശിന്റെ മുൻപിൽ വന്ന് മുട്ടുമടക്കിയിട്ട് പറഞ്ഞു, ഐ വിൽ ഫോളോ യു. ഇന്ന് രാത്രി നിങ്ങോട്ട് പറയാം, ഞാൻ നിങ്ങൾ മരിക്കേണ്ട സ്ഥാനത്ത് മരിച്ച യേശുവിനെ ഫോളോ ചെയ്യുവാൻ ഈ രാത്രി കർത്താവ് നിങ്ങളെ ആഹ്വാനം ചെയ്യും. Amen, amen, amen. It was written by the historians that Barabbas knelt down in front of that cross and said, I will follow you, Christ. ആ ബറാബാസിന്റെ സ്ഥാനത്ത് മക്കളെ നീയും ഞാനും ഒക്കെയാ. No, instead of that Barabbas, it is you and me, children. യേശുവിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ആഴം, ഉയരം നിങ്ങൾ തിരിച്ചറിയണം. Do you understand the depth and the height and the width എന്റെ of the love of ടീനേജ് Jesus പ്രായമുള്ള Christ? കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ നിങ്ങളോട് പറയാം, യേശു നിങ്ങളെ സ്നേഹിച്ചെന്റെ ആഴം തിരിച്ചെന്ന് പറയണം. ഇന്ന് രാത്രി വേണം, I will follow you, Jesus. My dear youngsters, let us remind you tonight that it was a great love that Jesus had shown you, and you must understand it and follow it. എവിടെ പോകണമെങ്കിലും ഞാൻ പോകാൻ കർത്താവേ. Can we tell to Jesus, Jesus, I will go anywhere you ask എനിക്ക് me നീ to നൽകുന്ന go. ഏത് ക്രൂശാണെങ്കിലും എടുത്തുകൊണ്ട് ഞാൻ നിന്നെ ഫോളോ ചെയ്യും. Lord, I will take up my cross and will follow you wherever you call me to. രാത്രി യേശുവിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കാൻ കഴിയുമോ? Would you submit your hearts to Jesus tonight? ഒരു ദിവസം കൂടെ ഈ പുൽപ്പിറ്റ് ഞാൻ പരസ്യമായി ഉപയോഗിക്കുന്നു എന്റെ യേശുവിനെ ഉയർത്തുവാൻ. No, once again I want to exalt the name of Jesus and His ക്രൂശിനെ love here. ഉയർത്താൻ ഞാൻ ഉപയോഗിക്കുന്നു. I want to exalt the love on the cross here. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസ ജീവിതത്തിൽ ഇറങ്ങിയിട്ട് വർഷങ്ങളായി കാണും. ഇപ്പോഴും ബറാബാസിന്റെ കൂട്ടത്തിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത് നിൽക്കുന്നുവെങ്കിൽ പ്ലീസ് കം ബാക്ക്, മടങ്ങി വാ. യേശുവിനെ ചിലതിനെ ഹേറ്റ് ചെയ്ത് ഫോളോ ചെയ്യുവാൻ ഇറങ്ങുവാൻ ഈ രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാ നിയോഗിതനായി വിളിച്ചു പറയുകയോ. Hallelujah. കർത്താവിനെ ഫോളോ ചെയ്യാൻ തയ്യാറാകാം. Amen, amen, amen. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാന്തമായി കർത്താവോട് പ്രാർത്ഥിക്കൂ. കർത്താവേ,
ഓരോ ദിവസവും ഞങ്ങൾ ഈ തീരുമാനമെടുക്കുന്ന നിമിഷങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. ഞങ്ങൾ പലപ്പോഴും ബറാബാസിൻ്റെ കൂട്ടരിലൂടെ ഇറങ്ങിപ്പോകുകയാണ്, ലോകത്തിലേക്ക് പോകുകയാണ്, ലോകസുഖങ്ങളിലേക്ക് പോകുകയാണ്, താൽക്കാലിക സാധ്യതകൾക്ക് വേണ്ടി ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. എന്നാൽ വേണ്ട കർത്താവേ, ഞങ്ങൾ ക്രൂശ് എടുത്തുകൊണ്ട് അപമാനം സഹിച്ച് നിന്ദകൾ സഹിച്ച് അങ്ങേ ഫോളോ ചെയ്തോളാം. അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാമോ? നാഥനെ, ഞാൻ ഇന്ന് രാത്രിയും അങ്ങയുടെ വചനം സംസാരിച്ചു, അങ്ങേ ഉയർത്തി. എൻ്റെ ജനത്തിനോട് ഞാൻ പറഞ്ഞു, ചിലതിനെ പകയ്ക്കണമെന്ന്, ചിലതിനെ ഹേറ്റ് ചെയ്യണമെന്ന്, യേശുവിൻ്റെ വെക്കുന്ന ഡിമാൻഡുകൾ അനുസരിക്കണമെന്ന്. കർത്താവേ, ഹൃദയങ്ങൾ നീ സംസാരിച്ചു കൊണ്ടിരിക്കണേ. നിത്യതയിൽ പോകാൻ ഇവരെ ഒരുക്കിയെടുക്കണമേ. കർത്താവേ, ഇന്ന് രാത്രിയിനകത്ത് കടന്നു വന്ന് ഈ വചനം ശ്രദ്ധിച്ച എല്ലാ ദൈവമക്കളെയും അനുഗ്രഹിക്കണമേ. കർത്താവ്, വിശേഷാൽ ഞങ്ങളുടെ സീച്ചാനെ കുടുംബമായി നീ അനുഗ്രഹിക്കണമേ. അവർ കൊടുത്ത ആരോഗ്യത്തിനായി, ബലത്തിനായി, നന്മകൾക്കായി സ്തോത്രം. ഇവിടെ ആലയത്തിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കളെ അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ഞങ്ങളുടെ മോള് കഴിഞ്ഞ ദിവസങ്ങൾ യാത്ര ചെയ്ത് വന്നല്ലോ, സൂക്ഷിക്കണമേ. ഈ പട്ടണത്തിൽ അടുത്ത ദിവസങ്ങളായിരിക്കുമ്പോൾ കുഞ്ഞിൻ്റെ യാത്രകളെല്ലാം നീ സൂക്ഷിക്കണം, ക്ഷേമത്തോടെ കൊണ്ടുപോകണം. കർത്താവേ, കടന്നു വന്ന എല്ലാ ജനത്തിനായി, വ്യത്യസ്ത മാധ്യമങ്ങളോട് ശ്രദ്ധിക്കുന്ന ഈ മക്കൾക്കായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പിരിഞ്ഞു പോകുന്നവരുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. കർത്താവിനെ ഫോളോ ചെയ്ത് അവസാന നിമിഷം വരെ ജീവിതത്തിന് അന്ത്യവരെ നിൽപ്പാൻ നീ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാ മഹത്വ കർത്താവിന് യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ കാവലും പരിപാലനങ്ങളും ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഇന്ന് പ്രാർത്ഥിച്ച എല്ലാ വിശേഷാൽ സീച്ചാൻ്റെ കുടുംബത്തോടും കൂടെ ഇന്നും എന്നേക്കും കർത്താവ് രണ്ടാമത്തെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. അറക്കപ്പെട്ട കുഞ്ഞാടാം ദൈവത്തിൻ്റെ കരമുയർത്തി 3 ഹല്ലേലൂയ പറയാമോ സന്തോഷത്തോടെ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ, വേഗം വരണേ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നാളെ